ന്യായാധിപന്മാർ അധ്യായം 19. ഇസ്രായേലി രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രയീം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യൻ ഉണ്ടായിരുന്നു. അവൻ യഹൂദയിലെ ബേത്ത്ലേഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവന്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ച് വ്യഭിചാരം ചെയ്ത് അവനെ വിട്ട് യഹൂദയിലെ ബേത്ത്ലേഹേമിൽ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ട് അവളോട് നല്ല വാക്ക് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു. അവനോട് കൂടെ ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തന്റെ അപ്പന്റെ വീട്ടിൽ കൈക്കൊണ്ട് യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവന്റെ വരവെങ്കിൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോടുകൂടെ പാർത്തു. അവർ തിന്നു കുടിച്ചു അവിടെ പാർത്തു. 4-ാം ദിവസം അവൻ അധികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുന്നു. 2 പേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട് ദയചെയ്ത് പാർത്ത് സൂചിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവന്റെ അമ്മാവിയപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രി അവൻ അവിടെ പാർത്തു. 5-ാം ദിവസം അവൻ പോകേണ്ടതിന് അധികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവർ 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവന്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനോട് ഇതാ നേരം അസ്തമയപ്പാറായി, ഈ രാത്രി താമസിക്കാം, നേരം വൈകിയല്ലോ, പാർത്ത് സൂചിക്ക, നാളെ അധികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ അന്നും പാർപ്പാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു. യെരൂശലേം എന്ന യെബൂസിന് സമീപമെത്തി. കോപ്പിട്ട 2 കഴുതയും അവന്റെ വെപ്പാട്ടിയും അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ യെബൂസിന് സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനോട് നാം ഈ യെബൂസ് നഗരത്തിൽ കയറി പാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് ഇസ്രായേൽ മക്കൾ ഇല്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബെയയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പിന്നെ തന്റെ ബാല്യക്കാരനോട് നമുക്ക് ഈ ഊരുകളിൽ ഒന്നിൽ ഗിബെയയിലോ രാമയിലോ പാർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ മുമ്പോട്ട് പോയി ബെന്യാമീൻ ദേശത്തിലെ ഗിബെയയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബെയയിൽ പാർപ്പാൻ കയറി. അവൻ ചെന്ന നഗരവീതിയിലിരുന്നു. പാർക്കേണ്ടതിന് അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രയീം മലനാട്ടുകാരനും ഗിബെയയിൽ വന്നു പാർക്കുന്നവനുമായിരുന്നു. ആ ദേശക്കാരോ ബെന്യാമീന്യർ ആയിരുന്നു. വൃദ്ധൻ തലയുയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൻ ഞങ്ങൾ യഹൂദയിലെ ബേത്ത്ലേഹേമിൽ നിന്ന് എഫ്രയീം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു. ഞാൻ അവിടുത്തുകാരനാകുന്നു. ഞാൻ യഹൂദയിലെ ബേത്ത്ലേഹേമിനോളം പോയിരുന്നു. ഇപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുകയാവുന്നു. എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരും ഇല്ല. ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനും ഉണ്ട്. എനിക്ക് നിന്റെ ദാസിക്കും അടിയങ്ങളോടുകൂടിയുള്ള ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു. അതിന് വൃദ്ധൻ നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരും. വീതിയിൽ പാർക്ക് മാത്രം വരുത്തുക എന്ന് പറഞ്ഞു. അവനെ തന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീയും കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇങ്ങനെ അവർ സൂചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞ് വാതിലിന് മുട്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുപോവാ, ഞങ്ങൾ അവനെ ബോധിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടയവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് അവരോട് അരുതേ, എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. ഈ ആളിന്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുതേ. ഇതാ കന്യകയായ എന്റെ മകളും ഇയാളുടെ വെപ്പാട്ടി ഇവിടെ ഉണ്ട്. അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം. അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്യുവിൻ. ഈ ആളോട് ഈ വക വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ച് അവളെ അവരുടെ അടുക്കൽ പുറത്താക്കി കൊടുത്തു. അവർ അവളെ പുണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കിൽ സ്ത്രീ വന്ന് എന്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടുവാതിക്കൽ വീണു കിടന്നു. അവളുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ വാതിൽ തുറന്ന് തന്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവന്റെ വെപ്പാട്ടി വീട്ടുവാതിക്കൽ കൈ ഉമ്മരപ്പടി മേലായി വീണു കിടക്കുന്നു. അവൻ അവളോട് എഴുന്നേൽക്കാൻ നാം പോക എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ട് തന്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തന്റെ വെപ്പാട്ടിയെ 12 ഖണ്ഡമാക്കി വിഭാഗിച്ച് ഇസ്രായേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവർ എല്ലാവരും ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ ഇന്ന് വരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് അഭിപ്രായം പറവീൻ എന്ന് പറഞ്ഞു.